ഇനി മൂന്നാമതൊരു പ്രാവശ്യം ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിക്കപ്പെടും. അതോടുകൂടി ലോകത്തിന്റെ അന്ത്യവും എത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുക എന്നുള്ളത്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ അയച്ചത് ബനൂ ഇസ്രായേലിലേക്കാണ്. ജൂതന്മാർക്കിടയിലേക്കാണ്, ഇസ്രായേലി വർഗങ്ങളിലേക്കാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചകന്റെ പേരാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ ബനൂ ഇസ്രായേൽ എന്നാ പറയുക, അവരുടെ പരമ്പരകള്, മക്കള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ധാരാളം പ്രവാചകന്മാരെ ലോകത്ത് പരിചയപ്പെടുത്തി. ഇസ്ഹാഖ് നബി ഇബ്രാഹിം നബിയുടെ മകനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ട് മക്കളാണ്. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്ന് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ നബി ഹാജർ ബീവിയിൽ നിന്നും കിട്ടിയ മകനാണ്. ആ ഇസ്മായിൽ നബിയെ കൊണ്ടാണ് പരിശുദ്ധമായ കഅബ പണിതത്. ആ പരമ്പരയിൽപ്പെട്ട പ്രവാചകനാണ് നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു പ്രവാചകൻ മാത്രം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു ഭാര്യ, ആദ്യ ഭാര്യയായ സാറ റളിയല്ലാഹു തആല അൻഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഫബശർനാഹാ ബിഇസ്ഹാഖ എന്ന് പറയുന്ന ആയത്ത് പറയുന്നുണ്ട്. ഖുർആൻ ഓതുന്നുണ്ട്, അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അവൾക്കൊരു സന്തോഷ വാർത്ത അല്ലാഹു അറിയിക്കുന്നുണ്ട് ഇസ്ഹാഖ് എന്ന മകനെ കൊണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ചത് സാറാ ബീവി ആയിരുന്നു. എനിക്കിന്നൊരു മോൻ കിട്ടുമെന്ന് ഉള്ള ഒരു വാക്ക് അന്നത്തെ ആ കിതാബിൽ, ഖുർആനിൽ അന്നത്തെ ആ കിതാബിൽ അല്ലാഹ് പറഞ്ഞത്, അവരത് സന്തോഷിച്ചു. സാറാ ബീവിക്ക് ഒരു കുട്ടിയെ കിട്ടുമെന്ന് അല്ലാഹു പറഞ്ഞു സന്തോഷിച്ചു. ഫബശർനാഹുമാ എന്ന് പറഞ്ഞില്ല, അവരെ രണ്ടുപേരെന്ന് എടുത്തു പറഞ്ഞില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറ്റൊരു ഭാര്യയിലൂടെ മകൻ ഉള്ളത് കൊണ്ട് ഫബശർനാഹ, അവൾക്കെന്നാ പറഞ്ഞത്. ആർക്ക്? സാറായിക്ക് ഒരു കുട്ടി ഉണ്ടാകും. ആ കുട്ടിയുടെ പേര് ഇസ്ഹാഖ് എന്നാണ്. അങ്ങനെയാണ് ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും ബൈത്തുൽ മുഖദ്ദസ് പണിതത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും. ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ജൂതന്മാർക്കിടയിലേക്കാണ് പ്രവാചകന്മാർ കൂടുതലും വന്നത്. അപ്പൊ അറിയാലോ സ്വഭാവം എന്താന്നുള്ളത്. 800 കോടി ലോകത്ത് മനുഷ്യരുണ്ട്. 800 കോടി മനുഷ്യരില് 0.2 മാത്രമേ ഉള്ളൂ ജൂതന്മാർ. 0.2 ഏകദേശം കണക്ക് കൂട്ടിയാൽ 1,60,00,000 വരും. ഇത്രേ ഉള്ളൂ ലോകത്ത്. ലോക ചരിത്രത്തിൽ 3.5 കോടി ജൂതന്മാര് ലോകത്തുണ്ടായിരുന്നു. ഈ 3.5 കോടിയിൽ 2 കോടിയെയും തട്ടിയത് ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളല്ല. അത് മനസ്സിലാവും, ചരിത്രം അറിഞ്ഞൂടാ. ഏറ്റവും വലിയ വിരോധികൾ ആരാ? അവരുടെ മുസ്ലിങ്ങളൊന്നും അല്ല. മുസ്ലിങ്ങൾ അങ്ങനെ വിരോധിക്കാൻ പാടില്ല. വിധങ്ങൾ വരച്ച് പറഞ്ഞ വാക്കല്ലേ. അല്ലെങ്കിൽ ആ ജൂതപ്പെണ്ണനെ അള്ളാഹുവിന്റെ റസൂൽ അപ്പോളെ കഴുത്തറുത്ത് കൊല്ലാൻ പറയൂലേ. ഹിറ്റ്ലർ ആരായിരുന്നു? മുസ്ലിമാ? ഹിറ്റ്ലറിനെ നോക്കിയിട്ട് തീവ്രവാദി എന്ന് പറയൂ ഇന്നത്തെ ആളുകള്? 90% ജൂതന്മാരെയും കൊന്നൊടുക്കിയില്ലേ? ആരെല്ലാം പറയോ? 10% ബർക്കത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഭാവിയിൽ നിങ്ങൾ കണ്ടോളി അവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന്. ഹിറ്റ്ലറിന് അന്ന് ബുദ്ധി തോന്നി. ഇപ്പൊ ബർക്കത്ത് മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ള സംഭവം. എന്നാൽ ഈ 2.2% വരുന്ന ജൂതായിസമാണ് ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. മനസ്സിലാക്കണം അവരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ 3000 ജൂതന്മാരുണ്ട്. അതുപോലെ നമ്മുടെ സംസ്കാരം പഠിച്ചുകൊണ്ട് നമ്മളോട് കൂടെ ഒക്കെ ഇങ്ങനെ ഇണങ്ങി ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിയുന്നവരാണ്. പക്ഷെ ആ ജൂതന്മാർ അങ്ങനെയല്ല. അതങ്ങനെയല്ല. ഓരോ പ്രവാചകന്മാരെ വേദനിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് 41 പ്രവാചകന്മാരെ കൊന്നവന്മാരാണ് ജൂതന്മാർ. ഒറ്റ ദിവസം കൊണ്ട് 41 പ്രവാചകന്മാര് നബിമാരെ കൊന്നവർ. ഈ സാധാരണ ആളുകളെ, ഗസയിലെ ആളുകളെ അല്ല. അതൊക്കെ സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യരാണ്. പരിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു ദിവസം കൊണ്ട് 41 വരുന്ന പ്രവാചകന്മാരെ കൊന്നവരാണ്. മൊത്തം 70 പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത്, യഹൂദികൾക്കുള്ളത്. 70 പ്രവാചകന്മാരെ
ലൈവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ലോകത്തിന്റെ രക്ഷിതാവ്, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ ഭാഗത്തുനിന്ന് ലൈവായിട്ട് ഇറക്കി ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വർഗമാണ് ജൂതന്മാർ. 30 വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പെടാപാടുപെടുത്തി ജൂതന്മാർ. 30 വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബൈത്തുൽ മുഖദ്ദസിൽ പോകണമെന്നുണ്ടെങ്കിൽ വിട്ടില്ല. ബൈത്തുൽ മുഖദ്ദസിൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങോട്ടേക്ക് വിടാൻ സമ്മതിച്ചില്ല, പോകാനും പറ്റിയില്ല, വിട്ടതുമില്ല. ഇവർക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ആകെ ഡങ്ങറാക്കി. 30 വർഷക്കാലത്തിൽ തിന്നും കുടിച്ചിട്ട് നിങ്ങൾ ഇരുന്നോളി, എന്റെ ഈ തൗറാത്ത് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി, നിങ്ങൾ ഒരു പണി എടുക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഞാൻ ഒപ്പിച്ചുതരാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. കട്ടിത്തേനും കാട കോഴിയുടെ ഇറച്ചിയും അവർക്ക് ഇറക്കി കൊടുത്തു. മേഘത്തിൽ തണലിട്ട് കൊടുത്തു. മണ്ണ് സൽവ അവർക്ക് അല്ലാഹു തആല ഇട്ട് കൊടുത്തു. 30 വർഷക്കാലത്തോളം അവർ തിന്നു. 30 വർഷക്കാലത്തോളം അവർ തിന്നു. എന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞപ്പോ, ഞങ്ങൾക്ക് വേറെ വല്ല പണിയില്ലയോ മൂസ, വേറെ വല്ല ഉണ്ടെങ്കിൽ നീ പറ, അടുത്ത എന്തെങ്കിലും അൽഫഹമു വല്ലതും കിട്ടാൻ മാർഗമുണ്ടോ, ചൊവ്വായ കിട്ടാൻ വല്ല മാർഗമുണ്ടോ, ഇതൊക്കെ തിന്നൊന്നും അടുത്ത് പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നിന്റെ റബ്ബിനോട് ചോദ്യം. അത് വല്ല ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചതാ. ഈ ഉമ്മ ദൈവത്തെ ആരാധിക്കണം അള്ളാഹുവിനെ എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ വേറെ മാർഗമുണ്ടോ? ഈ വൃത്തികെട്ടവന്മാരെ നീ എന്നെ നീ അങ്ങ് ഒഴിവാക്കി താ. ഇവന്മാരുടെ തലയിൽ ഇനിയൊന്നും കേറില്ല പഠിച്ചോനെ. ഫറോവയെ കൊന്നൊടുക്കി അള്ളാഹുവിന്റെ ലൈവായ ദൃഷ്ടാന്തമാണ്. ഫറോവയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതാ കൊല്ലുന്നു. അവരുടെ കൂട്ടത്തിൽ വജാവസ്ന ബിബനി ഇസ്രായീൽ അൽ ബഹർ, അവരിങ്ങനെ സമുദ്രത്തിലൂടെ മൂസ നബിയോടൊപ്പം നടക്കുമ്പോൾ ഫറോവയെ കൊല്ലുന്നതും അവിടെ റോഡായിട്ട് മാറുന്ന ലൈവല്ലേ ഇത്? അള്ളാഹ് കാണിച്ചോട് ദൃഷ്ടാന്തല്ലേ? അമേരിക്കക്കാരുടെ പരിപാടിയൊന്നും അല്ലല്ലോ ഇത്, ജൂതന്മാരുടെ പരിപാടിയല്ലല്ലോ. ഈ കാണുന്ന സമുദ്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈവേ റോഡാക്കി മാറ്റി അതിലൂടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികൾ രക്ഷപ്പെട്ടപ്പോൾ തൊട്ടപ്പുറത്ത് പോയി അപ്പുറത്തെത്തിയപ്പോ അവര് കുറെ എണ്ണം അവരുടെ കുടുംബത്തിലെ പഴയ ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചോണ്ടിരിക്കുന്നു. ഇവരാരാധിക്കുന്നില്ല, കുറച്ച് ദൈവത്തെ ഞാൻ കൂടെ ഉണ്ടാക്കി താമസ. അല്ല, കൊച്ചുകുട്ടികൾ അപ്പുറത്തിപ്പുറത്തൊക്കെ പോകുമ്പോ അവിടെ ഒരു കളിപ്പാട്ടം കാണുമ്പോ വാപ്പ അത് വാങ്ങിച്ചതാ വാപ്പ, ഇവിടുന്ന് അവൻ അങ്ങോട്ട് വാപ്പ അതിനെ കട വാപ്പ ഇത് വാങ്ങിച്ച വാപ്പ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിൽ കാണിച്ചു കൊടുത്തു ഫറോവയെ കൊല്ലുന്നത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം. എന്നിട്ട് വഴിമാറി കൊടുക്കുന്നു, കടൽ വഴിമാറി കൊടുക്കുന്നു, വലിയ മതിൽക്കെട്ടായിട്ട് നിൽക്കുന്നു, രൂപപ്പെടുന്നു. മൂസയും അനുയായികളും അപ്പുറത്തേക്ക് എത്തുന്നു. അവിടെ പോയിട്ട് പറയാണ്, ഇവരിങ്ങനെ ആരാധിക്കുന്ന പോലെ ഒരു ബിംബം ഞങ്ങൾക്കൂടെ നീ ഉണ്ടാക്കിത്ത അല്ലാഹ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചവനെ, ഇവരെ നീ ഇത്രയും ശ്രേഷ്ഠന്മാരാക്കി. അല്ലാഹു പറഞ്ഞു, പടച്ചവനെ, നിങ്ങൾക്ക് ഞാൻ അല്ലാഹ് അല്ലാത്തൊരു ഇലാഹിനെ ഞാൻ പഠിപ്പിച്ചു തരാനോ? അല്ലാഹ് അല്ലാതെ ഒരു ഇലാഹ് ഇല്ല എന്ന് ലോകത്ത് പഠിപ്പിക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ട് നിങ്ങൾ അല്ലാഹ് അല്ലാത്ത ഒരാളെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക? എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല, സാധിക്കുകയില്ല. അല്ലാഹുവേ, ഈ വർഗത്തിൽ നിന്ന് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തും. ഇത്രയും കാണിച്ചു കൊടുത്തിട്ട്, ലൈവ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനപ്പുറത്ത് വേറെ എന്താ പറയാ? ഇതിനിപ്പോ എന്താ പറയാ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്രയേലിൽ കാട്ടുതീ പടർന്നപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് പലസ്തീനിലെ മക്കളാണ്. കാട്ടുതീ പിടിച്ചാൽ ഇസ്രയേലിനാണ് നഷ്ടം. ആ നാടിനെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട പലസ്തീനി മക്കളാണ് ഇറങ്ങിയത്. കാരണം നബിയുടെ പാരമ്പര്യം അങ്ങനെയാണ്, പ്രവാചകൻ പഠിപ്പിച്ച പാരമ്പര്യം അങ്ങനെയാണ്. അവനൊരു മനുഷ്യൻ ആണ് എന്ന ആ ഒരു നീയത്തിലാണ് ബഹുമാനപ്പെട്ട സാദിക്കളായ പലസ്തീന്റെ മക്കൾ ആ കാട്ടുതീ അണയ്ക്കാൻ അവരിറങ്ങിയത്. കാരണം
ഇത് പ്രവാചകന്റെ അനന്തരാഗാമികളല്ലേ, പ്രവാചകന്റെ കുടുംബക്കാരല്ലേ, അവരുടെ പാദസ്പർശമേറ്റ മണ്ണിലല്ലേ അവർ ജീവിക്കുന്നത്. ബാറക്നാ ഹൗലഹു, അല്ലാഹു ബർക്കത്ത് ചെയ്തതാണ്, അല്ലാഹു ബർക്കത്ത് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാനം ഗതിയില്ല. എനിക്ക് ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് എന്ന് കാണണം, ഇവിടെ നിന്ന് പോകണം. ജൂതന്മാർക്ക് ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ഒരു ബന്ധവുമില്ല, അതാദ്യം പഠിച്ചോളി. ജൂതന്മാർക്ക് ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ഒരു പുലബന്ധം പോലുമില്ല. ചരിത്രത്തിന്റെ ഏത് താളുകൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോളി. അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല. ജൂതമതത്തിലേക്ക് ആളുകൾ ഇടിച്ചു കയറാൻ പറ്റൂല. പാരമ്പര്യമായി ജൂതായുസമായി വളർന്നു വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും, പരാജയപ്പെട്ടാൽ വേറും നികൃഷ്ടരായി അവർ നിലംപതിച്ചു കിടക്കും. അതായത് ഒരു ജൂതനെ പിടിച്ച് തോറ്റുപോയ ഒരു ജൂതനെ പിടിച്ചു കൊണ്ടുവന്ന് കടട അവിടെ കിടത്തിട്ട് ഞാൻ കല്ലെടുത്തോണ്ട് വരട്ടെ, കടന്നോണം. ആ കല്ലെടുത്ത് കൊണ്ടുവന്ന് ഇവനെ ഇടിച്ചു കൊല്ലുന്നവരും അവിടെ കിടക്കും, എഴുന്നേറ്റ് പോകില്ല. അതാണ് ജൂതന്മാർ. ജയിച്ചാൽ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും, പരാജയപ്പെട്ടാൽ. അതാണ് ജൂതന്റെ സിസ്റ്റങ്ങൾ, അത് പഠിക്കണം. വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ആധിപത്യം ആരുടെ കൈകളിലാണ്? നസ്രാണി ജൂതായിസത്തിന്റെ കൈകളിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദുആ, അല്ലാഹു ഇത് ഞങ്ങൾക്ക് മോചിപ്പിച്ചതാ. ചെറിയ ചരിത്രമല്ല, ചരിത്രം വലുതാണ്. ചരിത്രം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മളിൽപ്പെട്ടവർ പോലും പറയും, അവരെന്തിനെ കാണിക്കാൻ പോയത്, ഈ ഹമാസുകാരെന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്, ഇവരെന്തിനാ അങ്ങനെ പ്രവർത്തിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചത്. ബഹുമാനമുള്ള സഹോദരി, അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് 200ഓളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഫലസ്തീനികളായ പെൺമക്കളെയും ആൺമക്കളെയും കൊന്നൊടുക്കിയ ചരിത്രം പത്രത്തിൽ നമ്മൾ വായിച്ചില്ല, അത് കണ്ടില്ല. അത് ചായക്കൊരു വട കഴിക്കുന്നത് പോലെ വെറുതെ പിടിച്ചോണ്ട് വരുക, കൊന്നുകളയുക, അതിനൊന്നും ആർക്കും ഒരു ചർച്ചയുണ്ടായില്ല. അങ്ങനെ മാനസികമായി വിഷമിച്ച് വീർപ്പ് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം കാലേക്കൂട്ടി പരിശുദ്ധ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭവനമാണ്. ആദ്യത്തെ കഅബയാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. ആദ്യത്തെ ഖിബ്ലയാണ്. ആദ്യത്തെ ഖിബ്ല. ലോകത്ത് ആദ്യമായി നമ്മൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കം അവിടെ 17 മാസത്തോളം 16 മാസത്തോളം ആ പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിനെ നോക്കി നമസ്കരിച്ചിരുന്നു എങ്കിൽ അത് ആദ്യത്തെ നമ്മുടെ ഖിബ്ലയാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 മസ്ജിദിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യൽ അനുവദനീയമാണ്, നിങ്ങൾ യാത്ര ചെയ്യണം. അതിൽ 1 മക്ക, 2 മദീന, 3 ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം, ഏറ്റവും വലിയ മഹത്വം, കഅബ ശരീഫിൽ നമസ്കരിച്ചാൽ 1 ലക്ഷം, മക്കയിൽ മദീനയിൽ നമസ്കരിച്ചാൽ 50,000 എന്നും 1000 എന്നും, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ 500 പ്രതിഫലം കിട്ടും എന്നാണ് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചത്. അത് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട കഅബ ശരീഫ്, മക്കയിലുള്ള കഅബത്തുള്ളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിലും ചേർന്ന് അത് പണിത് വലുതാക്കിയെങ്കിൽ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പരിശ്രമ ഫലമായിട്ടാണ് ബൈത്തുൽ മഖ്ദിസ് അവർ പണിതുയർത്തിയത്. ലോകത്ത് ആദ്യമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമായ കഅബയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിമക്ക. കഅബയാണ് ആദ്യത്തെ പള്ളി. രണ്ടാമത്തെ പള്ളിയായി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് പവിത്രമേറിയ ബൈത്തുൽ മുഖദ്ദസ് ആണ്. രണ്ടാമത്തെ നമ്മുടെ പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ചെറിയ കാര്യമല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെയല്ല, ഖുർആൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ الذي باركنا حوله لنريه من آياتنا
മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങളിൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നബിയെ അങ്ങയെ കാണിച്ചു തരാൻ, മനസ്സിലാക്കി തരാൻ ഒരൊറ്റ രാത്രി കൊണ്ട് രാപ്രയാണം നടത്തിയ പടച്ച തമ്പുരാൻ പരിശുദ്ധനാണ് കേട്ടോ. ലിനുരിയഹു മിൻ ആയാതിനാ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരങ്ങളിൽ നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. 100 ചില്ലുവാനം അമ്പിയാക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ നമുക്ക് ആഗ്രഹം വരില്ല, മക്കയിലും മദീനയിലേക്കും പെട്ടെന്ന് പോകാൻ ആഗ്രഹം വരും. ചിലരൊക്കെ ബൈത്തുൽ മുഖദ്ദസിൽ പോവാന്ന് പറഞ്ഞിട്ട് മുങ്ങി അടക്കുകയാണ്. പോകാം അവസാനം ഇപ്പൊ യുദ്ധവുമായി, ഇനിയിപ്പം പോകാൻ നടക്കൂലല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ ഒന്ന് പോകണം, ഒന്ന് കറങ്ങണം. ചരിത്രം എഴുതിയവരൊക്കെ ഇരിപ്പുണ്ട് ബൈത്തുൽ മുഖദ്ദസ്. എന്താണെന്നുള്ളത് പഠിക്കണം. ഇനി അവിടെ പഠിക്കാൻ ഇനി പോകാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കി. ചരിത്രം പഠിക്കണം, മനസ്സിലാക്കണം. അത് ഇവിടെ ഇരുന്ന് മണക്കാട് പള്ളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദിനെ കൂട്ടിയിട്ട് പോകണം, പൈസയും ചെലവാക്കിയിട്ട്. അവിടെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖദ്ദസ്, ഇവിടെ മൂസാ നബി, ഇവിടെ ഇബ്രാഹിം നബി, ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവങ്ങളെന്ന് പഠിക്കണം. അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, അവരുടെ കൂട്ടത്തിൽ പോകണം. വെറുതെ പോയിട്ട് ചുമ്മാ ഇങ്ങനെ സിയാറത്ത് ചെയ്ത് വരലല്ല വേണ്ടത്. മക്കയിലും മദീനയിലും പോലെ എളുപ്പമായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. എന്തേ പോവാഞ്ഞത്? ഞാൻ പോകാൻ വേണ്ടി പോയി, അവിടെ എത്തിയപ്പോ എന്നെ കേട്ടില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി പരിശ്രമിച്ച് അവിടെ എത്തിയതാണ്, കിട്ടില്ല, തിരിച്ചു വന്നു, അതേപോലെ മടങ്ങി വരേണ്ടി വന്നു. പിന്നെ എന്ത് ചെയ്യാൻ? അള്ളാഹുവിന്റെ തീരുമാനം. പോകാൻ ആഗ്രഹിച്ചു പോയി. അപ്പൊ ആഗ്രഹിച്ചു പോയതിന്റെ കൂലി ചിലപ്പോൾ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കാം, റജാ വെക്കാമല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അനുഗ്രഹിച്ച സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഈ ബൈത്തുൽ മുഖദ്ദസ് നബിതങ്ങളുടെ കാലഘട്ടം മുതലേ പ്രശ്നങ്ങളാണ്. നസ്രാനികളാണ് ആദ്യം അത് ഭരിച്ചിരുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നസ്രാനികളാണ്. ഈ നസ്രാനികളിൽ നിന്ന് ഒരിക്കൽ ഇൻഷാ അല്ലാഹ് മോചനം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ 6 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1 മൗതി, എന്റെ മരണം. എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും, ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. നബിയുടെ വാക്ക, വല്ലാഹി അത് സഫലമായിട്ടേ ലോകം അസ്തമിക്കും. നബിതങ്ങളുടെ വാക്കാണ്. മൂന്നാമത് താഊൻ അംവാസ്, കൊറോണ പോലുള്ള രോഗങ്ങൾ വ്യാപിക്കും. നാലാമത് ഇസ്തിഫാലത്തുൽ മാൽ, സമ്പത്ത് കണക്കില്ലാതെ ഒഴുകൊണ്ടിരിക്കല്ലേ. ഇതല്ല ഈ പറഞ്ഞ എല്ലാം ഇപ്പൊ ഉണ്ട്. ബൈത്തുൽ മുഖദ്ദസ് മാത്രത്തിന്റെ പരിപാടിയേ ഉള്ളൂ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും. ബാക്കിയല്ല ഇസ്തിഫാലത്തുൽ മാൽ, കോടാന കോടികളില്ലേ സമ്പത്ത്. ഈടി കയറിയപ്പം കാണുന്നില്ലേ, കെട്ട് കണക്കിനല്ലേ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ വീടുകളിലും ഓഫീസുകളിലും. അവിടെയൊക്കെ ഇസ്തിഫാലത്തുൽ മാൽ. അഞ്ചാമത് സദക്ക വാങ്ങാൻ ആരും കാണൂല. ആരും കാണുന്ന ഇന്ന് നിങ്ങളൊരു 100 ഒരു 10 രൂപ കൊണ്ട് പിച്ചക്കാരന് കൊടുത്തു നോക്ക്. 10 രൂപ എന്താ ഈ 10 രൂപ ഒരു ചായ കുടിക്കണമെങ്കിൽ 15 രൂപ വേണമെന്ന് പറയും. വല്ല വില ഉണ്ടാ? 10 രൂപ വില ഉണ്ടാ? KSRTC കയറി ഒരു ലോക്കൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 10 രൂപ കൊടുക്കണം. 10 രൂപ വില അപ്പം മനസ്സിലായില്ലേ? 9 രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറയും. കേട്ടില്ല. കണ്ടക്ടർ എന്നെ 10 പോക്കിരുന്ന് 1 രൂപ ഇട്ട് കൊടുക്കുമോ? എന്നാൽ അയാൾ 1 രൂപ തരാനുണ്ടെങ്കിൽ അത് പിന്നെ തരാന്ന് പറയും. അത് തീർന്ന്. നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇറക്കി പോയി അടുത്ത വണ്ടിക്ക് ഇറങ്ങിക്കോളാൻ പറയും. ഒരു റിട്ടേൺ ഓട്ടോറിക്ഷ ഇവിടുന്ന് അവിടെ ഇറങ്ങണമെങ്കിൽ എത്ര? 10 രൂപ കണ്ട് കൊടുക്കണം. സംഭവിച്ചിട്ടുണ്ട്. വിലയുണ്ടോ? മനുഷ്യന്മാർക്ക് നമ്മളൊന്ന് സദക്ക ചെയ്താൽ പോലും അങ്ങനെയല്ലേ. ഫിത്നകൾ ഉണ്ടാകും, പൊട്ടിപ്പുറപ്പെടും. ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലം. എന്റെ വീക്ഷണത്തിൽ ഈ 5 കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. 40 വർഷം 1948 മുതൽ ഓരോ 40 വർഷങ്ങളിലും പരിവർത്തനം ഉണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ, മഹാന്മാർ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത്. അതിൽ ഒരു 40 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ 40 2027 ആകുമ്പോൾ ഖുദ്സ് മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫീങ്ങൾ അവർ ചരിത്രം, താരീഖുകൾ പഠിച്ചിട്ട് പറയുന്നത്. അതിന്റെ തുടക്കമാകാം ഇത്.
ഇനി ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ ബാക്കിയുള്ളത് ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടലാണ്. ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ആഗ്രഹമായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടു. ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ധൈര്യവും സ്ഥൈര്യവും അവർ മനസ്സിലാക്കിയിട്ട് അവർ കീഴടങ്ങുകയാണ് ചെയ്തത്. യുദ്ധത്തിന് തയ്യാറാകാതെ ബൈത്തുൽ മുഖദ്ദസ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിലേക്ക് അവർ ഏൽപ്പിക്കുകയാണ്. ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ ഇബ്തഗൈനാ ബിഗൈരിഹി അദല്ലനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബൈത്തുൽ മഖ്ദസ് തന്നിട്ട് നമ്മളെ അഭിമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അല്ലാഹുവിലാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത്. അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത്. അവനെയല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അദല്ലനല്ലാഹു, ഇന്ന് ഈ സമയത്ത് അല്ലാഹു നമ്മളെ നിന്ദിക്കുമായിരുന്നു, നികൃഷ്ടനാക്കുമായിരുന്നു. പക്ഷേ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് അഭിമാനം നൽകി, ഇസ്സത്ത് നൽകി എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് ബൈത്തുൽ മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ്. പിന്നെ അതിനുശേഷം വീണ്ടും കുരിശ് യുദ്ധം നടന്നു 200 വർഷക്കാലത്തോളം. ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത്. ഇപ്പൊ നമ്മൾ 40 വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ. 200 വർഷക്കാലത്തോളം കുരിശ് യുദ്ധം നടന്നു. അതിനുശേഷം നൂറുദ്ദീൻ സൻഗി റഹ്മഹുല്ല എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, അടുത്ത ഖുദ്സ് പിടിച്ചെടുക്കാൻ. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലയാണ്. രണ്ടാമത് ഖുദ്സിനെ മോചിപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകളായിരുന്നു. രണ്ടാമത് ഖുദ്സിനെ മോചിപ്പിച്ചത്. രണ്ട് സന്ദർഭത്തിലാണ് ബൈത്തുൽ മഖ്ദിസ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത്.